ഈ കേരള ഇലക്ഷന് മുമ്പും അതിനുശേഷവും താരമാകാൻ സാധ്യതയുള്ള CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ആരൊക്കെയാണ്? കോൺഗ്രസിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട പേര് രമേശ് ചെന്നിത്തലയും BD സതീശനും KC വേണുഗോപാലും തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലേക്ക് വരാൻ പോകുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ വീണ്ടും ഒരു ഡെപ്യൂട്ടി CM ഉണ്ടാകാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് UDF അധികാരത്തിൽ വന്ന കെ മുരളീധരൻ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ 2011 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്ന ആളായിരുന്നു. ചാണ്ടി ഉമ്മൻ ഭാവിയിൽ ഒരു CM മെറ്റീരിയലാണ്, അതിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ്സിന് അതുവരെ പ്രായമുണ്ടെങ്കിൽ CPI ഒരിക്കലും LDF-നകത്തൊരു ശക്തി കേന്ദ്രമല്ല. തീർച്ചയായിട്ടും പിണറായി വിജയൻ 1, KK ശൈലജ ടീച്ചർ 2, 3 ജോൺ ബ്രിട്ടാസ്, 4 M സ്വരാജ്, 5 ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ. വടകരയിൽ തോറ്റു എന്ന് എഴുതിയിട്ട് നമുക്ക് ശൈലജ ടീച്ചർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ആര് സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു എന്നതല്ല എൻ്റെ പ്രശ്നം. ഞാനായിട്ട് നിൽക്കുന്നു, കാപട്യങ്ങൾ കാണിക്കുന്നില്ല എന്ന നിലപാടിലാണ് പോകുന്നത്. കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു 3-4 സ്പീക്കർമാരെ എടുത്താൽ അതിലൊരാളായിട്ട് ഷംസീർ മാറുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദാരിദ്ര്യവും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, 2026 പിറന്നു കഴിഞ്ഞു. ഈ 2026 കേരളത്തിലെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കേരള ഇലക്ഷന് മുമ്പും അതിനുശേഷവും താരമാകാൻ സാധ്യതയുള്ള CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ആരൊക്കെയാണ്? ഈ 2026 പിറന്നു കഴിഞ്ഞു, അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം ഞാൻ പലപ്പോഴും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിനും പുതുവർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാനത് ഭയങ്കര രസകരമായിട്ട് വേറൊരു ആംഗിളിൽ നോക്കി കാണാറുണ്ട്. കാരണം നമ്മളും മരണവും തമ്മിലുള്ള അകലം ഒരു വർഷം കൂടെ കുറഞ്ഞതിൻ്റെ ആഘോഷമാണത്. നമ്മുടെ ആയുസ് കുറയുക ഒരു വർഷം കൂടെ, അത് കുറഞ്ഞത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു നെഗറ്റീവ് സെലിബ്രേഷനാണ്. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിറന്ന് വീണു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഴുമ്പോൾ മെല്ലെ വീഴാൻ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യം. അടിയിൽ ഫോം ബെഡൊക്കെ വിരിച്ചിട്ട് വീഴുന്നതാണ് നല്ലത്. പോട്ടെ, അത് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രധാന മുഖങ്ങൾ ആരൊക്കെയായിരിക്കും നയിക്കുക, ആരൊക്കെയായിരിക്കും ശ്രദ്ധാകേന്ദ്രമാവുക എന്നാണ് നമ്മുടെ വിഷയം. അത് ബാക്കിയുള്ള ഘടകകക്ഷികളൊന്നും മറന്നുകൊണ്ടായിരിക്കത്തില്ല. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിലേക്ക് വരാൻ പോകുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൽ വീണ്ടും ഒരു ഡെപ്യൂട്ടി CM ഉണ്ടാകാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. UDF അധികാരത്തിൽ വന്ന വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഉപമുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അതേപോലെ തന്നെ BJP-ക്ക് ഇത്തവണ നിയമസഭയിൽ അംഗങ്ങളുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമുക്ക്. അത് എത്ര എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അവരാഗ്രഹിക്കുന്ന അത്രയും നിർത്തത്തില്ല. BJP-യുടെ ഒരു അവകാശവാദം 2 അക്കം കടക്കും എന്നൊക്കെയാണ്. 2 അക്കം കടക്കുക എന്ന് പറഞ്ഞാൽ 11 ആയാലും 2 അക്കം ആയി. അത് വേണമെങ്കിൽ അസാധ്യമായ ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. അതേപോലെ തന്നെ ലീഗ് നിർണായകമായ ഒരു കക്ഷിയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിർണായകമായ കക്ഷിയാണ്. അങ്ങനെയുള്ള CPI നിർണായകമായ കക്ഷിയാണ്. അതൊക്കെയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും കേരളം പിടിക്കാൻ സാധ്യതയുള്ളത് 2 മുന്നണികളേ ഉള്ളൂ. NDA ഒരിക്കലും പിടിക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അവർ തന്നെ അവകാശപ്പെടുന്നില്ല. ആ 2 കക്ഷികളെ നയിക്കുന്ന പ്രബലമായ രാഷ്ട്രീയ കക്ഷികൾ, അവരാണ് നയരൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. 2 പാർട്ടികളിൽ നിന്നും നമുക്ക് 5 പേരെ വെച്ചെടുത്തു കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസിൽ നിന്ന് ആരംഭിക്കാം. കോൺഗ്രസിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ട പേര് രമേശ് ചെന്നിത്തലയും BD സതീശനും KC വേണുഗോപാലും തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാവും, ഒരാൾ UDF വന്നു കഴിഞ്ഞാൽ ക്യാബിനറ്റിലുണ്ടാവും. BDO അല്ലെങ്കിൽ ചെന്നിത്തലയോ ആണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ ക്യാബിനറ്റിലുണ്ടാവില്ല. പുള്ളി AICC ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കും. അതേസമയം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മറ്റൊരു 2 പേരും ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഒരാൾ ആഭ്യന്തരം, ഒരാൾ ധനകാര്യമായിട്ടുണ്ടാവും. അതിലും നമുക്ക് സംശയമില്ല. ഡെപ്യൂട്ടി CM ആയിട്ട് അവരുടെ മേളിൽ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും. അദ്ദേഹത്തിന് അഡീഷണൽ വകുപ്പായിട്ട് റവന്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വകുപ്പുകൾ കൊടുക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ പൊതുമരാമത്തൊക്കെ കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഹോം മിനിസ്ട്രിയും ധനകാര്യവും സംശയമില്ല നമുക്കതിനകത്ത്. അതല്ല, തിരിച്ച് ഇവരിൽ ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ KC ക്യാബിനറ്റിൽ തന്നെ ഇല്ല എന്നുള്ളതും സത്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് എടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ 2011 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്ന ആളായിരുന്നു. ചിലപ്പോൾ 2011 2004 പുള്ളി വടക്കാഞ്ചേരി പോയിട്ട് മത്സരിക്കുന്നതിന് മുമ്പ്, അതായത് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് MLA അല്ലാതെ രാജിവെച്ച മന്ത്രിയാവാതിരുന്നെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുമ്പം AK ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ K മുരളീധരന് ക്ലെയിം ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരുന്നു. ചിലപ്പം കുറച്ച് മാസം കൂടെ വെയിറ്റ് ചെയ്താൽ K മുരളീധരൻ അന്നേ കേരളത്തിലെ മുഖ്യമന്ത്രിയാവും 21 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്നിനി നടന്നില്ല എന്നുണ്ടെങ്കിലും 2011 തീർച്ചയായിട്ടും സാധ്യമാകുമായിരുന്നു. അതൊക്കെ ചില എടുത്തിയാട്ടങ്ങളുടെ, പിന്നെ രാഷ്ട്രീയത്തിലെ കണക്കൂട്ടലുകൾ പഠിക്കുന്നതിൻ്റെ തലവരയുടെയൊക്കെ ഉണ്ട്. അത് രാഷ്ട്രീയം നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരാൾ ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ ഭാവിയിൽ ഒരു CM മെറ്റീരിയലാണ്, അതിൽ സംശയമൊന്നുമില്ല. കോൺഗ്രസ്സിന് അതുവരെ പ്രായമുണ്ടെങ്കിൽ
അതിൽ അതങ്ങനെ ഒരു ക്ലോസ് ഇടവെക്കാറുണ്ട്. കോൺഗ്രസ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കേരളത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഭാവി മുഖ്യമന്ത്രി മെറ്റീരിയലാണ് ചാണ്ടി ഉമ്മൻ. കാരണം ചാണ്ടി ഉമ്മൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 പേരെക്കുറിച്ചാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതിനകത്ത് ആരും വലിയ മോശമൊന്നുമില്ല. ഒരു തവണ പ്രതിപക്ഷ നേതാവായിരുന്നതാണ് രമേശ് ചെന്നിത്തല. 29 വയസ്സിൽ മന്ത്രിയായതാണ്, നിരവധി തവണ MP ആയതാണ്, ഒക്കെയാണ്. കേന്ദ്രത്തിലും കുറച്ചു കാലം സഹമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ 2011 തന്നെ തുടർച്ചയായിട്ട് പറവൂരിൽ ജയിച്ചു വരിക. 2011 തന്നെ ക്യാബിനറ്റിൽ വരേണ്ട ആളായിരുന്നു. കാരണം 2011 മന്ത്രിസഭ ശരിക്കും ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വി ഡി സതീശൻ റൈസ് ചെയ്തുകൊണ്ടുവന്ന വിഷയങ്ങളാണ്. ലോട്ടറി മാർട്ടിനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്ന് തോമസ് ഐസക്കും അദ്ദേഹവും തമ്മിലുള്ള സംവാദം, അതൊക്കെയാണ് VS അച്യുതാനന്ദൻ എന്ന പ്രഗത്ഭനായ പോരാളിയുടെ ഒരേ സമയം മുഖ്യമന്ത്രിയും അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവുമായി ആക്ട് ചെയ്ത് മൂന്നാർ ഒഴിപ്പിക്കലിലൂടെയൊക്കെ ഭയങ്കര ഗ്രാഫ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഈ സർക്കാരിന് തുടർഭരണം ഉണ്ടാവാതിരിക്കുന്നത്, അതും കേവലം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ, അതിൽ വി ഡി സതീശൻ വലിയ പങ്കുവഹിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അത്തവണ പെരുന്നാപ്പോപ്പ് കയറി ഇടപെട്ട് ഈ താക്കോൽ സ്ഥാനം പിന്നെ ചോദിച്ചതുപോലെ തന്നെ അന്ന് പെരുന്നാപ്പോപ്പ് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, കുറച്ചുകൂടെ വെളുപ്പ് കൂടുതൽ VS ശിവകുമാറിനാണ്, കണ്ടാൽ എനിക്ക് വെളുത്തവരെ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞെട്ടിച്ചിട്ടാണ് മന്ത്രിസ്ഥാനം VS ശിവകുമാറിന് മേടിച്ചു കൊടുക്കുന്നത്. KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നു, കേരള മന്ത്രിയായിരുന്നു, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ പിന്നെ KC വേണുഗോപാലും അങ്ങനെ വന്നതാണ്. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പറയാനൊന്നും വയ്യ, എന്നാൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടും ഡിസിഷൻ മേക്കറായിട്ടും നിൽക്കുന്ന ഒരാളാണ്. മുരളിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ചാണ്ടി ഉമ്മൻ പലർക്കും ഒരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ അങ്ങനെ ആ കെയർ ഓഫിലൊന്നും വന്ന ആളല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ, കാര്യങ്ങൾ, ഇടപെടലുകൾ, ഒച്ചയും വിളിയും വാഗ്വാദം ഒന്നുമില്ല. ഈ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. വെല്ലുവിളി രാഷ്ട്രീയത്തിലേക്ക് പോകാറുണ്ട്. ഈ അടുത്ത കാലത്ത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. എല്ലാം ഭയങ്കര നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് കാര്യങ്ങൾക്കകത്തുനിന്നുള്ള, നല്ല ഒബ്സർവേഷൻ സ്കില്ലും ഉണ്ട്. ഈ 5 പേര് അതിനകത്ത് ഏറ്റവും നിർണായകമായ ഫേസ് ആയിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സുധാകരൻ നിയമസഭയിലേക്ക് മിക്കവാറും മത്സരിക്കും കണ്ണൂരിൽ നിന്ന്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ആഗ്രഹിക്കും. അതിനുള്ള സാധ്യതയും കാണുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനം പുള്ളിയെ പേപ്പിച്ച് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പരാജയപ്പെട്ട വ്യക്തിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്, അത് ചിന്താഗതിയൊക്കെ ബാധിക്കും. ശരീരം വീക്കാവുമ്പോൾ മനസ്സ് വീക്കാവും. അതുകൊണ്ടുള്ള ചില എടുത്തിയാട്ടങ്ങളും ചില പ്രയോഗങ്ങളും, പക്ഷേ ഒരു തൻ്റെടിയാണ് അങ്ങനെ വന്ന ആളാണ്. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശബരിനാഥൻ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന്, സണ്ണി ജോസഫ്, കൊടിക്കുന്നിൽ സുരേഷ് ഒരു പക്ഷേ നിയമസഭയിലേക്ക് വന്നേക്കാം, അടൂരവിടെ നിന്നിട്ട് മത്സരിച്ചിട്ട്. അങ്ങനെ വന്നാൽ അദ്ദേഹവും ക്യാബിനറ്റിൽ ഉൾപ്പെടും. അദ്ദേഹത്തിൻ്റെ കുറേ ദീർഘകാലത്തെ അനുഭവപരിചയമുണ്ട്. കഷ്ടപ്പെട്ട് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ്. അത് പറയുന്നതിനൊരു മടിയുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അടൂരൊന്നും മത്സരിക്കാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം സ്ഥാനാർത്ഥി ഇല്ല, അവർക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിയില്ല. കഴിഞ്ഞ തവണ കണ്ണനാണ് നിന്നത്. കണ്ണൻ മരിച്ചുപോയി പാവം. പിന്നെ കണ്ണന മരണം നമ്മളെ വല്ലാതെ നോവിച്ചതാണ്. അങ്ങനെയുണ്ട് എവിടെ എത്താതെ പോയി എന്നുള്ള കുഞ്ഞിൻ്റെയും കൊണ്ട് ആ ചികിത്സാക്കാലത്തൊക്കെ കടന്നു. മുസ്ലിം ലീഗിനകത്ത് UDF എന്ന് പറഞ്ഞാൽ വലിയൊരു അധികാര കേന്ദ്രം തന്നെയാണ്. CPI ഒരിക്കലും LDFിനകത്തൊരു ശക്തി കേന്ദ്രമല്ല. ബാർഗൈനിങ് കപ്പാസിറ്റി കുറവാണ്. അവരുടെ ആളുകളുണ്ടൊക്കെ ഉണ്ട്. പിന്നെ BJPയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് LDFിലേക്ക് വരാം. CPMൻ്റെ ആളുകളെക്കുറിച്ച് നമ്മൾ 5 പേരെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പോലെ 5 പേരെ CPM എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ 1. പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പറയാനുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KK ശൈലജ ടീച്ചർ 2, 3 ജോൺ ബ്രിട്ടാസ്, 4 M സ്വരാജ്, 5 ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ. ഈ 5 പേരെന്ന് പറയുന്നത് അതിനകത്ത് ഡിസിഷൻ മേക്കേഴ്സിനകത്ത് വലിയൊരു ഫാക്ടറായി മാറും. ആ മന്ത്രിസഭ ചിലപ്പോൾ എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ അവർ മന്ത്രിസഭയിൽ വരുമോ, അവർ മത്സരിക്കുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രതികുമാരനെ പോലുള്ള ആൾക്കാരും ഉണ്ട്, നല്ല കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം CPMനകത്തും കോൺഗ്രസിനകത്തും ഇപ്പോൾ നേതൃത്വ ദാരിദ്ര്യവും ഇല്ല, യുവാക്കളുടെ ദാരിദ്ര്യവും ഇല്ല. അനുഭവപ്പെടുന്നത് വനിതകളുടെ ദാരിദ്ര്യം. അത് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ നല്ല വനിതകൾ രംഗത്ത് വരുന്നത്. വനിതാ ദാരിദ്ര്യം എന്ന് പറയുന്നത് ലീഡർഷിപ്പിനകത്ത് വളരെ ഏറ്റവും ഏബിളായിട്ട് നമുക്ക് സ്റ്റേറ്റിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യരായ രീതിയിലുള്ള വനിതകൾ പണ്ടത്തെ പോലെ രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് വല്ലാതെ നോട്ട് ചെയ്യേണ്ട കാര്യം. അത് യുവാക്കളുടെ കൂട്ടത്തിലും തലമുതിർന്നവരുടെ കൂട്ടത്തിലും. ഒരു ശൈലജ ടീച്ചറിലൊക്കെ അത് ഒതുങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരില്ല. ബാക്കിയുള്ള എല്ലാ പാർട്ടികളും എടുത്ത് പോയില്ല. പിന്നെയും BJPക്ക് ഒരു ശോഭാ സുരേന്ദ്രനുണ്ടെന്ന് പറയാം. കോൺഗ്രസിനകത്ത് ഷാനിമോൾ ഉസ്മാനിയെ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും പാർലമെൻ്ററി രാഷ്ട്രീയത്തിനകത്തൊരു ചെറിയ ടേമാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പം ഈ 5 പേരെ കുറിച്ച് പറയുമ്പോഴും പിണറായി വിജയൻ കേരളത്തിലെ തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് റെക്കോർഡിട്ട ഒരാളാണ്. ഏറ്റവും കൂടുതൽ കാലം CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്ന് റെക്കോർഡിട്ട ആളാണ്. ഈ ഒരു പാർട്ടിയെ തന്നെ തൻ്റെ കമാൻഡിങ് പവറിനകത്ത് നിർത്താൻ കഴിവുള്ള ആ ഒരു കമാൻഡിങ് പവറുള്ള ഒരാൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരനായിരുന്നു. ഒരു മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒരേപോലെ കമാൻഡിങ് പവറുള്ള അതൊരു ലീഡിങ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത തന്നെയാണ്. അവിടെ നിന്നാണ് ആ കമാൻഡിങ് സ്കില്ല് വരുന്നത്. പിന്നെ ശൈലജ ടീച്ചർ ഏറ്റവും ജനകീയമായിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞു എവിടെയോ പോയിട്ട്, കാരണം പിണറായി വിജയനോടും പ്രായം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എൻ്റെ മോനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞതിനകത്തുള്ള ചില അതിഭാവുകത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ശൈലജ ടീച്ചർ തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. വടകരയിൽ തോറ്റു എന്ന് എഴുതിയിട്ട് നമുക്ക് ശൈലജ ടീച്ചർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു ആളെ നമ്മൾ പറയുമ്പം ബ്രിട്ടാസ് ശരിക്കും പറഞ്ഞാൽ ഒരു അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അങ്ങനെ കടന്നു വന്നു. പിന്നീട് അദ്ദേഹം ദേശാഭിമാനിയുടെ ചുമതലയിലേക്ക് പോകുന്നു. JNUവിൻ്റെ പ്രൊഡക്റ്റാണ് അദ്ദേഹം. ദേശാഭിമാനിയുടെ ദില്ലി ബ്യൂറോ ചീഫായിട്ട് പോകുന്നു. പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ അനായാസന, ഇനി വേറെ ഏതെങ്കിലും ഭാഷ അറിയുമെന്ന് എനിക്കറിയത്തില്ല, അനായാസന സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ രാജ്യസഭാ അംഗമാക്കിയപ്പോൾ ഫുൾ ടൈം രാഷ്ട്രീയത്തിലില്ലാത്ത ഒരാളെ കൈരളി TV തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് കൊണ്ടുവരുന്ന പുള്ളിയാണ്. മമ്മൂട്ടിയും പുള്ളിയും തന്നെയാണ് ഫേസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദേശാഭിമാനിയിൽ വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടൊന്നുമല്ല, അന്ന് ഇവർ റിക്രൂട്ട് ചെയ്തത് ബ്രിട്ടാസിൻ്റെ സ്കില്ല് കണ്ടിട്ടാണ്. അപ്പോൾ കൈരളി ചാനൽ ബാക്കി എല്ലാ പാർട്ടികളുടെയും മുഖ ചാനലായിട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ വേണ്ടത്ര ക്ലിക്ക് ചെയ്യാതിരിക്കുമ്പോഴും ഒരു പരിധി വരെ കൈരളി ചാനലിന് ഓഡിയൻസിൻ്റെ ലെവലെടുത്ത് നോക്കുമ്പം നമുക്കറിയാം കൈരളി ചാനലിന് ഒരു ആവറേജ് വ്യൂവർഷിപ്പ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ബ്രിട്ടാസ് ഫുൾ ടൈം അതിൽ നിന്നും നിൽക്കാൻ കഴിയാതെ മാറി നിന്നപ്പോഴാണ് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഡൗൺ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. പാർലമെൻറ്റിൽ MP എന്ന രീതിയിൽ രാജ്യസഭയിൽ അദ്ദേഹം നല്ല ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ്. അതുമാത്രമല്ല LDFൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പറയാനുള്ളതും പുള്ളി മാത്രമേ ഉള്ളൂ എന്നുള്ളതുമുണ്ട്. അടുത്ത ഒരാൾ സ്വരാജാണ്. സ്വരാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാളൊക്കെ കൂടുതൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കാണാൻ പറ്റുന്ന ആൾ. നല്ല സംഘാടകനാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല ഡിബേറ്ററാണ്. അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്ന രാഷ്ട്രീയം പറയാൻ സ്വരാജിന് പറ്റത്തില്ല. സ്വരാജ് ക്ലാസിക് പൊളിറ്റിക്സ് ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന ഒരാളാണ്. വേറെയുള്ള രീതിയിലുള്ള പോലീസുകാരെ തന്തയ്ക്ക് വിളിക്കാനോ ഇതിനൊന്നും പോയിട്ടില്ല. SFIയിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത്, ഞാനാണെങ്കിലും സിബി ആണെങ്കിലും ഒക്കെ, അത് പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വരാജ് വളരെ ഇരുത്തം വന്ന മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ആദരവോടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് സ്വരാജ്. തോൽവിയും ജയവും ഒക്കെ മറ്റൊരു ഘടകം. അത് നിലമ്പൂരത്തെ ഒരു വസ്തുതയും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. അതും വേറെ വിഷയമാണ്. പക്ഷേ തൃപ്പൂണിത്തറയിൽ ജയിച്ചതും തോറ്റതും രണ്ടും അത്ഭുതകരമായിട്ട് കാണുന്നില്ല. അതിനെ പിടിച്ചെടുത്തു. പിന്നെ കെ ബാബു രക്തസാക്ഷി പരിവേഷത്തോടെ വന്നു. അപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നിയമസഭാ സീറ്റിൽ നിന്ന്, കാരണം സ്വരാജ് ജനകീയനല്ല, പാർട്ടിക്കാർക്ക് പ്രിയപ്പെട്ടവനാണ്, ജനകീയനാവാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്സും റീൽസോ പരിപാടിയോ പിന്നെ ആൾക്കാരെ കണ്ടാൽ കെട്ടിപ്പിടിക്കാനോ അതിനൊന്നും സ്വരാജിന് അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് ഉള്ള ആളല്ല. സ്വരാജായിട്ട് നിൽക്കുന്നു. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. ആര് സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു എന്നതല്ല എൻ്റെ പ്രശ്നം. ഞാനായിട്ട് നിൽക്കുന്നു, കാപട്യങ്ങൾ കാണിക്കുന്നില്ല എന്ന നിലപാടിലാണ് പോകുന്നത്. അപ്പോൾ സ്വരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇതിനകത്ത്. മറ്റൊന്ന് ഷംസീർ. ഈ ഷംസീറിനെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു വെകിളി പിടിച്ച ചെറുക്കനെ പോലെ ഒരു അച്ചടക്കവും ഇല്ലാതെ ക്ലാസ്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന, മാഷുമാർ പറഞ്ഞാൽ കേൾക്കാതെ ഓടി നടക്കുന്ന ഒരാളെപ്പോലെയായിരുന്നു നിയമസഭയ്ക്കകത്ത് അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നേക്കാൾ ജൂനിയറായ പലരും മന്ത്രിസഭയിലൊക്കെ കയറി വന്നു, എന്നെ പരിഗണിച്ചില്ല, സെക്കൻഡ് ടൈം ആയിട്ടും എന്നുള്ള സാധനം ഉള്ളിൽ കിടന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വന്നു. പക്ഷെ പിടിച്ച് സ്പീക്കറാക്കി കഴിഞ്ഞപ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു 3-4 സ്പീക്കർമാരെ എടുത്താൽ അതിലൊരാളായിട്ട് ഷംസീർ മാറുന്നുണ്ട്. സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും സഭയിലെ ചില കാര്യങ്ങൾക്കകത്ത് ഇടപെടുമ്പോൾ വാണിംഗ് കൊടുക്കുന്നതിനകത്ത് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അതുമല്ല, ഇരുത്തം എന്ന പാർലമെൻറ്റേറിയനായിട്ട് സംസാരിക്കുന്നുണ്ട്. പഴയ പോലുള്ള ഇടപെടലുമല്ല ഷംസീറിൻ്റെ. അപ്പോൾ ഷംസീർ ഇനി ഒരു ടേം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അടുത്ത കാര്യം, ഇന്നർ പാർട്ടി കാര്യമാണ്. ഷംസീറും സ്വരാജും ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ, മറ്റേത് ഇപ്പം ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരെ അബോവ് 60 എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ ഷംസീറും സ്വരാജും അപ്പുറത്ത് ചാണ്ടിയുമ്മൻ വരുന്ന പോലെ ഇപ്പുറത്ത് ഷംസീറും സ്വരാജും ഭാവി കേരളത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഒരു CM മെറ്റീരിയലാണ്. ഇപ്പം UDFൻ്റെ ഭാഗത്ത് നിന്ന് ചാണ്ടിയുമ്മൻ ഒരു ഭാവി മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണാവുന്ന പോലെ സ്വരാജിനെയോ ഷംസീറിനെയോ നമുക്ക് ഒരു ഭാവി മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പറ്റും. ഒരു പക്ഷേ പാലോളി മുഹമ്മദ് കുട്ടിയിലൂടെ സാധിക്കാതിരുന്നത് പോലെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പം, ഇപ്പോഴൊന്നും അല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അങ്ങനെ വരാവുന്ന സാധ്യതയുള്ള ഒരാളാണ് ഷംസീർ എന്നുള്ളതാണ്.
പിന്നെ ഇനി അതിനകത്ത് പറയേണ്ട കാര്യം അവരുടെ നിന്ന് തന്നെ CPM-ൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രദീപ് കുമാർ കോഴിക്കോട്ടെ 2 തവണ MLA ആയിരുന്നു, ലോക്സഭയ്ക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു, ഇപ്പോൾ CM-ൻ്റെ ഓഫീസിലാണ്. പിന്നെ അതേപോലെ തന്നെ ബാലഗോപാൽ SFIയുടെയും DYF-യുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ധനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് ഫണ്ടില്ലാത്തതുകൊണ്ടാണ്. അതേപോലെ MP രാജേഷ് പാർലമെൻറ്റിലും നല്ല മികവായിരുന്നു, മന്ത്രി എന്നുള്ള രീതിയിലും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സൈസ് വകുപ്പിനൊക്കെ ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിനെയാണല്ലോ ചുമതലപ്പെടുത്തുക, എങ്ങനെയും ഫണ്ട് ഉണ്ടാക്കണം. പിന്നെ ഈ മോട്ടോർ വകുപ്പിനെയും ഉപയോഗിക്കും, കാണുന്നിടത്തെല്ലാം ഫൈൻ ഇടണം, വണ്ടി ചെക്കിങ് നടത്തണം എന്നുള്ളത് പറയാം. അപ്പോൾ ഈ പൈസ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഉള്ള ക്ഷേമ പദ്ധതി എല്ലാം പ്രഖ്യാപിച്ചു. അപ്പോൾ അതല്ല ഇവരെ വണ്ടക്കായിരിക്കുന്നത്. പിന്നെ പൈസ ഇങ്ങനെ ഉണ്ടാക്കാം, അപ്പം കുപ്പിക്ക് 20 രൂപ, കുപ്പി പിന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ പൈസ തരാം, അപ്പോൾ കുപ്പി തിരിച്ചു കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുഴപ്പങ്ങൾ പറ്റും. അതൊന്നും ഇവരുടെ വ്യക്തിപരമായ മിസ്റ്റേക്ക് അല്ല, ഇവരുടെ കാര്യപ്രാപ്തി ശേഷി ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്നതല്ല, അവരുടെ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയുടെ ഒരു ലാക്ക് കൊണ്ട് സംഭവിച്ചു പോകുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ BJPക്കകത്തുനിന്ന് നമ്മൾ ഇപ്പോൾ ലീഗിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. BJPക്കകത്തുനിന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ, K സുരേന്ദ്രൻ, അനൂപ് ആൻ്റണി, ശോഭ സുരേന്ദ്രൻ, V മുരളീധരൻ തുടങ്ങിയിട്ടുള്ള ആളുകളും നിയമസഭയിലേക്ക് എത്താൻ സാധ്യതയുള്ളവരാണ്. പക്ഷെ അവരൊന്നും എന്തായാലും ഇപ്പോൾ അവർക്ക് ഭരണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായിരുന്നാലും എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും CPM-ൽ ഒരു ശൈലജ ടീച്ചറേ ഉള്ളൂ എടുത്തു പറയാവുന്നത്. അതിനപ്പുറത്തേക്ക് ആൾക്കാർ വല്ലാതെ കേരളം മുഴുവൻ അറിയുന്ന, കേരളം മുഴുവൻ അംഗീകരിക്കുന്ന വനിതകളില്ല. BJPയിൽ ഒരു ശോഭാ സുരേന്ദ്രനുണ്ട്, ഇതുവരെ അവർക്ക് ഭരണമൊന്നും കിട്ടാതിരുന്നിട്ടും. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ആരുമില്ല എന്നുള്ളത് പിന്നെ ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഷാനിമോൾ ഉസ്മാൻ. അത് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാ മുന്നണികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ദാരിദ്ര്യവും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഇവരുടെ പേരുകളൊന്നുകൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം എന്നെനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൽ നിന്ന് BD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, മുരളീധരൻ, ചാണ്ടി ഉമ്മൻ. അതിൽ ചാണ്ടി ഉമ്മനാണ് ചെറുപ്പക്കാരൻ ആ കൂട്ടത്തിൽ. CPM-ൽ നിന്ന് പിണറായി വിജയൻ, ശൈലജ ടീച്ചർ, ബ്രിട്ടാസ്, സ്വരാജ് ഷംസീർ, ഇതേപോലെ യൂത്വത്തിൻ്റെ പ്രതീകങ്ങൾ. ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിക്കും. ഇവരെന്താ പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവത്തില്ല.